ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ചിക്കൻ്റെ റെസിപ്പി സ്റ്റാർട്ടറാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്നാന്നോ, ഈ റെസിപ്പി ആരും അങ്ങനെ ഉണ്ടാക്കി കാണുകയില്ല. ഇന്ന് റെസിപ്പി എന്നാന്ന് വെച്ചാൽ പൈനാപ്പിൾ ചിക്കനാണ് ചെയ്യുന്നത്. പൈനാപ്പിൾ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ബെസ്റ്റ് സ്റ്റാർട്ടറാണ്. ഒരു പാർട്ടിയൊക്കെ നടത്തുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുവാന്ന് മാത്രമേ ഈ ബോൺലെസ് ആക്കാനൊക്കത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും ഇല്ല. ബോൺലെസ് അല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടുകാർക്കല്ലയോ, അന്നേരം പിന്നെ ഇനിയിപ്പോൾ എന്നാ കുറ്റം പറയാനാ, ഇതൊക്കെ മതി എന്ന് പറയും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പൈനാപ്പിൾ ചിക്കന് എന്നാക്ക വേണ്ടിയെന്ന് വെച്ചാൽ ഇതിപ്പോൾ സിമ്പിൾ റെസിപ്പിയാന്നു, പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് പൈനാപ്പിളിൽ വെച്ചിട്ട്. ഇന്ന് ചെയ്യല, അത് പിന്നെ ഒരു ദിവസം ചെയ്യത്തുള്ളൂ. ഇതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാക്കിയാന്ന് നോക്കിയാൽ പൈനാപ്പിൾ ചിക്കന് വേണ്ടിയ സാധനങ്ങൾ അതിനകത്ത് തന്നെ നമുക്കറിയാം പൈനാപ്പിൾ എന്തായാലും വേണം. അതവിടെ ഇരിക്കട്ടെ, ബാക്കി സാധനങ്ങൾ അറിയണമല്ലോ. ഫസ്റ്റ് കുറച്ച് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് വേണ്ടത്. ഇത് ഞാൻ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് എടുക്കുമ്പോൾ ഇന്ന് നമുക്ക് ഗസ്റ്റും കൂടെ വരുന്നതുകൊണ്ട് ഞാൻ അതിനെ ബോൺലെസ് ആക്കി. പിന്നെ വേണ്ടത് 2 മുട്ട, കുറച്ച് സോയാ സോസ്, പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് കോൺസ്റ്റാർച്ച്. ഇതെന്നാന്നറിയോ, ഇപ്പോൾ കാണുമ്പോൾ വെറും വെള്ളം പോലെ ഇരിക്കുന്നത്, പക്ഷെ അല്ല. ഇതെന്നാന്ന് വെച്ചാൽ കോൺസ്റ്റാർച്ച് നമ്മൾ വെള്ളത്തിൽ കലക്കി വയ്ക്കുന്ന സ്ലറി ആയത്. ഇനി വേണ്ടത് കുറച്ച് മൈദ, ഒരു ഇച്ചിരി എണ്ണ, വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, അതല്ല എള്ളിൻ്റെ എണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ, ഇച്ചിരി പൈനാപ്പിള്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇച്ചിരി പൈനാപ്പിൾ ജ്യൂസും കൂടെ വേണേ. ഇത് കുറച്ച് ബ്രൗൺ ഷുഗറാണ്. ഈ ബ്രൗൺ ഷുഗർ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇടാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി ശർക്കര ഇടാം, ഏതായാലും കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഈ ബ്രൗൺ ഷുഗർ ഇടുന്ന കൂട്ട് തന്നെ നമ്മൾ ശർക്കര അത്രയും അളവിലിടരുത്, കുറച്ചൊന്ന് കുറച്ചേക്കണം. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് എന്നാക്കിയാണ് വേണ്ടിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഞാൻ 2 മുട്ട എന്ന് പറഞ്ഞു, പക്ഷേ എന്നാന്നോ നമ്മളിപ്പോൾ ഈ ഇത്രയും ചിക്കനാന്നു ഞാനൊരു 2 മുട്ട പറയുന്നത്. പക്ഷേ 2 മുട്ട തന്നെ വേണമെന്നില്ല, എന്താ പറയുക, 1.5 മുട്ട എടുക്കാൻ ഒക്കാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 മുട്ട എടുക്കുന്നത്. ആ ചിക്കൻ്റെ അളവനുസരിച്ച് നമ്മൾ മുട്ടയുടെ എണ്ണം കൂട്ടുക. ഇപ്പോൾ ഇച്ചിരി കുറവാന്നേൽ 1 മുട്ടയൊക്കെ മതിയാവേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ്, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, നമ്മൾ എന്തോരം ചിക്കൻ എടുക്കുന്നോ ആ ചിക്കനയിൽ പിടിക്കാനും വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി എടുക്കുക. ഇച്ചിരി ഉപ്പ്, സോയാ സോസിന് ഉപ്പുണ്ട്, അപ്പോൾ നോക്കിയേച്ച് വേണം ഇതെല്ലാം ചേർക്കാനേ, ഉപ്പ് ചേർക്കാൻ. ഇതിനകത്തോട്ടാന്നു നമ്മുടെ ഈ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. ഞാൻ ആ മാരിനേറ്റ് ചെയ്തത് അങ്ങനെ തന്നെ വെച്ചേക്കുക. ഇതിനകത്ത് എനിക്ക് ഞാൻ സജഷൻ കേട്ടിട്ടുണ്ട്, എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരെ സമയമില്ലെങ്കിൽ ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ വെച്ചാൽ അത് പെട്ടെന്ന് മാരിനേറ്റ് ആവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ലോണം പിടിക്കാനായിട്ട് നമ്മൾ ചെയ്തേച്ച് ഇങ്ങനെ എല്ലാം കുഴച്ചെല്ലാം വെച്ചേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് പിടിക്കുമെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ ഗസ്റ്റൊക്കെ വരുവാന്നേൽ പെട്ടെന്ന് ആവാനായിട്ട് ഇപ്പോൾ ഇതുപോലെ നമ്മൾ എന്തായാലും ഉണ്ടാക്കി വെക്കുകയല്ല. അന്നേരം ഇത് ഉണ്ടാക്കി വെച്ച് പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെച്ചേച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷേ ഇവിടെ എനിക്ക് അതിന് സമയമില്ല. എന്തായാലും മാരിനേറ്റ് ചെയ്ത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. എണ്ണ ചൂടാക്കാൻ വെച്ചേച്ചാണെങ്കിൽ പ്രശ്നമില്ല. ഇത് ശരിക്കും വെജിറ്റബിൾ ഓയിലിൽ ചെയ്തേച്ചാൽ മതിയേ. ഒരു ബ്രൗൺ കളറിൽ വറുത്തെടുക്കാനുള്ള, അന്നേരം ഇത് അവിടെ നിന്ന് ചൂടാവട്ടെ. ആ സമയം നമുക്ക് ഇങ്ങനെ എന്തായാലും വറുത്തെടുക്കാൻ ഒക്കിയല്ല. അപ്പോൾ ഇതിനൊരു ബാറ്റർ വേണം. ഒരു കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്തോട്ട് നമുക്ക് വറുത്തെടുക്കാനൊക്കത്തുള്ളൂ. ഇതിനകത്തോട്ട് ഇച്ചിരി ഉപ്പിടാം. നമ്മൾ ചിക്കനേൽ ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും മാവിനൊരു ഇച്ചിരി ഉപ്പ് വേണ്ടായോ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കോൺസ്റ്റാർച്ച്. റേഷ്യോ സെയിം ആണ്, 1:1 എന്നുള്ള റേഷ്യോയിൽ പോയാൽ മതി. അത് അല്ല കുറച്ച് ക്രിസ്പിനെസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കോൺസ്റ്റാർച്ച് ഒരു ഇച്ചിരി കൂടുതൽ കൂട്ടിക്കോ.
ഇത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം എടുത്തിട്ടൊന്നും കുഴയ്ക്കരുത്. നമ്മൾ ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ സോസും എല്ലാം ഇല്ലേ, മുട്ടയും എല്ലാം കൂടെ, അത് ഒഴിച്ചേച്ച് ആദ്യം നമ്മൾ ഇതിനെ ഒന്ന് ശരിക്കായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ഒരുപാട് സ്പൈസി അല്ല കേട്ടോ. സ്പൈസി ആക്കണം എന്ന് ഇതൊന്ന് സ്പൈസി ആക്കിയാൽ കൊള്ളുകയില്ല. അതാ ഞാൻ പറയാം, അതിൻ്റെ ഒരു സ്പൈസിനെസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കുരുമുളക് മാത്രമേ ഉള്ളൂ. ഇപ്പം കണ്ടോ, ആ വെള്ളം പോലെ ഉള്ളതെല്ലാം അങ്ങ് മാറിയേ. ഇപ്പം നല്ലോണം ആ ചിക്കനേലെല്ലാം അങ്ങ് പിടിച്ചേക്കുക. സമയമില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതുപോലെ മൊത്തത്തിൽ അങ്ങ് പുരട്ടി വെച്ചേച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേച്ചാലും മതി. അന്നേരം കുറച്ചുകൂടെ എന്താ പറയുക മാവും എല്ലാം കൂടെ ഒന്നുകൂടെ ആ ചിക്കനേലൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പിടിക്കുവേ. എന്ന് വെച്ചാൽ ഇപ്പം ഇച്ചിരി ഇടയിൽ കൂടെ ഒരു ഇച്ചിരി മാവ് വീണപ്പോഴത്തേന് എണ്ണ അങ്ങ് ചൂടായി. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഈ ചിക്കൻ ഓരോന്നായിട്ട് വറക്കാം. ചെറിയ ചൂട് മതി. എന്നാന്നോ, നമ്മുടെ ചിക്കൻ ഇത് പച്ചയാണ്, വെന്തിട്ടില്ല. അന്നേരം നമ്മളൊരു ചെറിയ ഫ്ലെയിമേലിട്ടേച്ച് എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് എന്നാ പറയുക, മൊരിഞ്ഞു കിട്ടത്തേ ഉള്ളൂ, ഉള്ളു വേവുകയല്ല. മറ്റേ ആണെങ്കിൽ അങ്ങനെയല്ല, ഉള്ളും വേവും, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മൊരിഞ്ഞും കിട്ടും. വറുത്ത് കോരുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ക്രിസ്പി ആയിരിക്കണേ. കോൺസ്റ്റാർച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് അതൊരു ഇച്ചിരി ക്രിസ്പി ആവുമേ. വറക്കുമ്പോഴും എല്ലാം നല്ല അസലായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ആക്ച്വലി എന്നാന്നറിയോ, നമ്മുടെ ഈ ഇപ്പം നമ്മൾ ഈ വറുത്തെടുക്കുന്നത് ബാറ്ററാണ് ഏറ്റവും കൂടുതൽ മൊരിഞ്ഞു വരുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ ചിക്കൻ ചിലപ്പോൾ വേവില്ലാന്നിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ അടച്ചിട്ട് വേവിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ഒരു എന്നാ പറയുക, ബാറ്ററിനകത്തോട്ട് പിന്നെയും വെള്ളം ഇറങ്ങിയേച്ച് ഒരു സോഗിയായി പോകും. അപ്പോൾ എന്നാ ചെയ്യുന്നത്, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്രിസ്പി മാക്സിമം ആക്കാൻ പറ്റുമോ അത്രയും ആക്കി വെച്ച് നമ്മൾ പിന്നെ ഈ ജ്യൂസ് എല്ലാം ചേർത്തേച്ച് എല്ലാം കൂടെ ചേർത്തൊരു മിക്സിംഗ് ഉണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് നേരം നമ്മൾ അടച്ചിട്ടിരുന്ന് കഴിഞ്ഞുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചേർക്കുന്ന പൈനാപ്പിളിൻ്റെയും ബാക്കി കാര്യങ്ങളുടെയും ഒക്കെ ഒരു ഗുണം നമ്മുടെ ആ ചിക്കനേൽ അങ്ങ് പിടിക്കും. അതല്ല ഇനിയിപ്പോൾ ഇങ്ങനെയാണോ നമ്മുടെ സൈക്കോളജി, ഏതാ ഇങ്ങനെ തന്നെ വേവിച്ചെടുത്തിട്ട് മക്ക എല്ലാം ചേർക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരം അടച്ചിട്ടു. ഇപ്പം നമ്മൾ ആ ചിക്കൻ ഫുൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആ സെയിം എണ്ണ ഉപയോഗിക്കണമെങ്കിൽ സെയിം എണ്ണ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കുറച്ച് സെസമി ഓയിൽ ഉണ്ടെങ്കിൽ അതങ്ങ് ചേർത്തേച്ചാൽ മതി. ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി, ഒരു 2 ടീസ്പൂൺ ഇടുക. അതിനകത്തോട്ട് എത്ര ചിക്കൻ ഉണ്ടോ അതനുസരിച്ച് പൈനാപ്പിൾ ഇടണ്ട, കുറച്ച്. ഇതൊരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിയണം, അതായത് ഒരു ഒന്ന് മൊരിയല്ല, എന്നാലും അതിനകത്തൊരു ടേസ്റ്റ് ഉള്ളേ. മറ്റേ അല്ലെങ്കിൽ ഒരു എന്നാ പറയുക, പച്ചച്ചോവ് വരും. ഈ പൈനാപ്പിളിൽ ഒരു ഇച്ചിരി ഫ്ലേവറൊക്കെ വേണ്ടേ, പൈനാപ്പിൾ മാത്രം പോരല്ലോ. അന്നേരം എന്നാ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു ഇച്ചിരി ബ്രൗൺ ഷുഗർ ഇടാൻ പോവാ. ഇതൊരു സ്വീറ്റ് കംസ് എന്നാ പറയുക, ഒരു എരിവാ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി കുരുമുളക്. ഈ സമയത്ത് കുരുമുളക് ആവശ്യമില്ല, പക്ഷേ എന്നാലും നമ്മളൊക്കെ മലയാളികൾ ഒരു ഇച്ചിരി എരിവ് ആഗ്രഹിക്കുന്ന വ്യക്തികളായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇട്ടെന്നേ ഉള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി സോയാ സോസ്. ഇതൊരു ഇച്ചിരി ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന പൈനാപ്പിൾ ജ്യൂസ്, ഇത് ഫ്രഷാണേ, മേടിക്കുന്നതാണേലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫ്രഷിനോടല്ലേ നമുക്ക് എപ്പോഴും നല്ലത്. എന്നാ പറയുക, ആരോഗ്യവും കൂടെ ഒരു ഇച്ചിരി അതല്ലേ നല്ലേ. അതുകൊണ്ട് ഇത്രയോ ഒഴിക്കണ്ട, പക്ഷെ എന്നാലും പൈനാപ്പിളിൻ്റെ ജ്യൂസ് വേണം. ഇച്ചിരി
ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടു. അപ്പോൾ ഇതിനകത്ത് ഉപ്പ്, പുളി, എരു, മധുരം 4 ഉണ്ടേ. ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നു കഴിയുമ്പം അതൊരു ഇച്ചിരി എന്നാ പറയുക, തിളച്ച് ആ ഒരു കുറുകാൻ തുടങ്ങുകയല്ലേ. പക്ഷെ ഒത്തിരി അങ്ങോട്ട് കുറുകുകയല്ല. പക്ഷെ എന്നാൽ ആ ചേർത്തേക്കുന്ന സോയാ സോസൊക്കെ ഒന്ന് ഇച്ചിരി ആ പൈനാപ്പിളിലൊന്ന് പിടിച്ചോട്ടെ. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞേച്ച് നമ്മൾ എന്നാ ചെയ്യണം, നമ്മളിവിടെ ഒരു സ്ലറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാന്നറിയാം, കോൺ സ്റ്റാർച്ച് ഉപയോഗിച്ച് വെച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് തേണ്ടേ. നേരത്തെ നമ്മൾ കലക്കി വെച്ചതാണ്, പിന്നെയും കണ്ടോ അതങ്ങ് അടുക്കി പിടിക്കും. അതിനെ നല്ലോണം ഒന്ന് ഇളക്കി വെച്ച് ഒരു 2-3 സ്പൂൺ. അതിനകത്തിനെന്നറിയോ, നമ്മൾ ഈ ചേർത്തേക്കുന്ന സോസ് ഒന്ന് കട്ടിയാവാൻ മാത്രം. പോരാന്നുണ്ട് ഇച്ചിരി കൂടി ചേർത്തു. ഈ സമയത്ത് അതിൻ്റെ ഉപ്പ്, എരിവ്, പുളി അതെല്ലാം നോക്കിക്കോണം. ഇച്ചിരി കുറവാന്ന് തോന്നുവാന്നേൽ അതെല്ലാം ചേർത്തോണം. അങ്ങനെ ഒരു ഇച്ചിരി സോയാ സോസും കൂടെ ചേർക്കുവാണേ. സോയാ സോസ് എപ്പോഴും നമ്മൾ മേടിച്ച് ചേർക്കുമ്പോഴത്തേക്ക് ലൈറ്റ് സോയാ സോസ് ഉണ്ട്, ഡാർക്ക് സോയാ സോസ് ഉണ്ട്, അതിന് പലതരമുണ്ട്. അന്നേരം അത് നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. ഇതിപ്പം ഒരു ലൈറ്റ് സോയാ സോസാണ് ഞാൻ ചേർത്തേക്കുന്നത്. ഇത് കണ്ടോ, ഇതിപ്പോൾ നല്ലൊന്ന് കുറുകി. ഇനി ഇതിരുന്ന് കുറുകുവാന്നേൽ നമ്മുടെ ഇറച്ചിയെ പിടിക്കാനും വേണ്ടിയിട്ടൊന്നും കിട്ടുകയില്ല അതിൻ്റെ ചാറ്. പക്ഷേ നമ്മുടെ ഇറച്ചിയിൽ ഇതെല്ലാം ഒന്ന് കോട്ടാവണം. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് ഇടുക. ഇപ്പോൾ കണ്ടോ, ഇത് കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് നല്ലൊരു ഗ്ലേസിങ്ങും എല്ലാം നമ്മുടെ ചിക്കനെ കിട്ടും. ഇത് ശരിക്കും ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇത് ഇത്ര സ്ലോ ആയിട്ടാവുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല, ഹൈ പ്രഷറിൽ വെക്കുകയാന്നേൽ, നല്ല ഈ ഹോട്ടലിലൊക്കെ ചെയ്യുന്ന പോലത്തെ തീയാന്നേൽ ഇത് എത്ര പെട്ടെന്ന് ഈ വെള്ളം അങ്ങ് അബ്സോർബ് ആവുമെന്നറിയാവോ. അന്നേരം ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് വീട്ടിലായതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ആ വെള്ളം പിന്നെയും ഒന്ന് പെട്ടെന്നൊന്ന് കുറുകത്തില്ല. അതിനകത്ത് തന്നെ ഇങ്ങനെ അങ്ങ് കിടക്കും. പിന്നെ ആ വറ്റാൻ ഒരിച്ചിരി സമയം എടുക്കും. ഈ നേരം കൊണ്ട് ചിക്കൻ അങ്ങ് ആ ക്രിസ്പിനെസ് പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വറക്കാൻ നേരം മാക്സിമം ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്തു എന്ന് ഞാൻ പറഞ്ഞേ. ഇതിനകത്ത് ഇനി വേറെ ഒരു ജോലിയില്ല. വേണമെങ്കിൽ ഒരു ഇച്ചിരി എന്നാ പറയുക, കുറച്ച് കുരുമുളകും കൂടി ഇഷ്ടമുള്ളവർക്ക് ഇടാം, കഴിയുന്നതും ഇടണ്ട. ഇനി ഇതിനകത്തോട്ട് കുറച്ച് സ്പ്രിംഗ് ഓണിയൻസോ അല്ലെങ്കിൽ കൊറിയാൻഡർ ലീവ്സോ അല്ലെങ്കിൽ പാസ്ലേ ലീവ്സോ എന്നതേലും, ഇതൊന്നും ഇല്ലെങ്കിൽ കുറച്ച് വെളുത്ത എള്ള് ഇട്ടാലും നല്ല ഭംഗിയാണ്. നമ്മുടെ പൈനാപ്പിൾ ചിക്കൻ, പൈനാപ്പിളിനകത്താന്നു ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ പോകുന്നതല്ല, പോയി കഴിഞ്ഞു. അതെ, ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴാണ് ഒരു രസമുള്ളത്. പക്ഷേ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ ഇത്രയൊന്നും ചെയ്യാനുള്ള നേരമൊന്നും നമുക്ക് കിട്ടുകയില്ല. പക്ഷേ എന്നാലും കഴിയുന്നതും എന്നാ പറയുക, ഒരു പ്രസൻറ്റേഷനിലാണ് ഒരു ഡിഷിനോട് ഒരു അട്രാക്ഷൻ വരുന്നതെന്നൊക്കെ പൊതുവേ കേട്ടിട്ടുണ്ട്. ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.